എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10ഉം 12ഉം വർക്കൊക്കെ ഒരേ സമയം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫീൽ തോന്നാറുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈൻഡ് ചിലപ്പോൾ ബ്ലാക്ക് ഔട്ട് ആവും, ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും, ചിലപ്പോൾ ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാലും എല്ലാത്തിനും ഡെഡ് ലൈൻ ഉണ്ടാവും. ഒരു 10-15 വർക്ക് ഒരേ സമയം ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ടൈറ്റ് ഡെഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരാറുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്കായ പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ടാവാറുണ്ടോ? ഞാൻ എന്താ ചെയ്യല് എയർപോർട്ടില് ഫോൺ എടുക്കും. അപ്പൊ നമ്മള് എത്ര വർക്ക് ചെയ്യാന്ന് അറിയാം. നമ്മള് കൊറേ നേരം വർക്ക് ചെയ്താലും സ്പീഡില് കഴിയണ പോലെ എനിക്ക് തോന്നാം. വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോ റിപ്പീറ്റ് ഇങ്ങനെ വരും. കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ കേൾക്കാതെ ഫ്രസ്ട്രേഷൻ തോന്നും. അതാണ് ആ ഒരു സൂക്ഷ്മത ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, വിൽ ടെൻ ടു മേക്ക് ലൈക്ക് ഒരു ജനറൽ അല്ലെങ്കിൽ സാധാരണ പിന്നെ രീതിയിലേക്ക് അതിനെ ചിലപ്പോൾ ഫിനിഷ് ആവും അല്ലേ? അതുകൊണ്ട് എന്താ സംഭവിക്കണം, എന്താ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വരുമ്പോൾ ഒരു നല്ല സ്റ്റഫ് ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ പണി തീർത്ത് കൊടുക്കുക എന്നുള്ള ലെവലിൽ ഇങ്ങനെ പോവും. അവിടെ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് ഇത് പിന്നെ ഇത് ഷിബിലാണ് അല്ലെങ്കിൽ ഇത് റഷ്യയാണെന്നുള്ള ആ ഒരു സേയിങ് അവിടെ വരില്ല. ഒരു സാധാരണക്കാരനായിട്ട് മാറും അല്ലേ? കാലത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വർക്ക്സ് യു ഫിനിഷ്, നമ്പർ ഓഫ് വർക്ക്സ് യു എക്സിക്യൂട്ട് ആൻഡ് അത് എങ്ങനെയാണ് സക്സസ് ആവുക, ആ സക്സസ് ആയ വർക്കുകൾ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുള്ളൂ അല്ലേ? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പറഞ്ഞ സമയം നമുക്ക് എന്തായാലും കിട്ടാൻ പറ്റില്ല. അപ്പോൾ നസ്രി പറഞ്ഞ മാതിരി ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ പാട്ട് വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഇസ് ഫൈൻ. പക്ഷേ അത് അവിടെ കോംപ്രമൈസ് ചെയ്ത് അല്ലേ? അതിപ്പോൾ ഏത് ലോകത്തിലെ ഏത് പിന്നെ എന്താ പറയുക, ഒബാമയ്ക്കാണെന്നുണ്ടെങ്കിലും ട്രംപിനാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ 24 hours മാത്രമേ ഉള്ളൂ. അതിനുള്ള ഓരോരുത്തർ എന്തൊക്കെ ചെയ്യണത്. അപ്പോൾ അത്രയും സമയത്തിനുള്ള ആ ഒരു ടൈം ഫ്രെയിമിന് അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് പ്രൊഫഷനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കെല്ലാവർക്കും, എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ 24 hours ഉള്ളൂ. ഈ 24 hours നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു, എഫക്റ്റീവായിട്ടത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ എഴുതിയിട്ടാണ്. ഒന്നിപ്പോൾ ഇത്തരം മൾട്ടിപ്പിൾ വർക്ക്സുകൾ വരുമ്പോൾ ലീനിയറായിട്ട് തിങ്ക് ചെയ്യാം, നോൺ ലീനിയറായിട്ട് തിങ്ക് ചെയ്യാം. ലീനിയറായിട്ട് നമ്മൾ വർക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിയാതെ വേറൊരു വർക്ക് എടുക്കാൻ നമുക്ക് തോന്നില്ല. നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കണ്ടിന്യൂറ്റി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പിന്നെ എനിക്കതിനോട് നീതി പുലർത്താൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതുവരെ ഉണ്ടാക്കി വന്ന ആ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത ഉണ്ടാവും അല്ലേ? അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ആ വർക്ക് രണ്ട് രീതിയിൽ കാണും. ഒന്ന് അതിൻ്റെ മെക്കാനിക്കലായിട്ടും, രണ്ട് അതിനെ ഹോളിസ്റ്റിക്കായിട്ടും കാണണമെന്നുള്ളതാണ്. മെക്കാനിക്കലായിട്ട് കാണുമ്പോഴാണ് അതിലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ വരുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ പിന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന പോളിഗോണിലായിട്ടോ അല്ലെങ്കിൽ വട്ട ജാമിതീയ രൂപങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ വിഷ്വൽസ് ആണെങ്കിൽ വിഷ്വൽസ്, അല്ലെങ്കിൽ ഇത്ര പോയിൻറ്റ്സ് ആണ്, ഇത്ര കാര്യങ്ങൾ. മറ്റേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന വർക്കാണ്, ഇത് ഇന്ന ക്ലയൻറ്റാണ്, ആ ക്ലയൻറ്റിൻ്റെ ഇങ്ങനെ കാര്യങ്ങളാണ്, ഇതുവരെ ക്ലയൻറ്റ് ചെയ്തിട്ട് പോന്നിരുന്ന കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള സംഭവം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരേ സമയം ഈവൺ 10 വർക്ക് വന്നാലും 15 വർക്ക് വന്നു കഴിഞ്ഞാലും എത്ര വർക്ക് വന്നു കഴിഞ്ഞാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്പീഡ് എന്ന് പറഞ്ഞത്. അത് എക്സ്പീരിയൻസ് എന്ന സംഭവം നിങ്ങളുണ്ടാക്കുന്നതാണല്ലേ. അല്ലാതെ നമ്മൾ മേലേക്ക് പണി ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്നതല്ലോ. ഒരിക്കലും നിങ്ങളുടെ ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പണി കിട്ടുള്ളൂ എവിടെയാണെന്നുണ്ടെങ്കിൽ.
നിങ്ങൾക്ക് ഔട്ട്പുട്ട് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറഞ്ഞതിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മേലുള്ള പണി കിട്ടുള്ളൂ.